മിമ്പറിൽ കയറി. കുട്ടിയുണ്ടോ? ഇവിടുന്ന് കുട്ടി മൂന്നാമതും വന്നപ്പോ മൂന്നാമതും പ്രസംഗവും സംസാരവും മാറ്റിവെച്ച് പരിശുദ്ധ പ്രവാചകൻ കുട്ടിയുടെ മുമ്പിലേക്ക് വന്നു എന്നാണ്. കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. അങ്ങനെ എത്ര സംഭവങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ മതം ഒരു കുഞ്ഞിന് കൊടുക്കുന്ന വില. അങ്ങനെയുള്ള ഒരുപാട് സംഭവമുണ്ട്. ഒന്നും രണ്ടോ ഒന്നുമല്ല. ഒരു ഗ്രാമീണനായിട്ടുള്ള ആള് വരുമ്പോ അയാൾ കാണുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിനെ ഉമ്മ വെക്കുന്നതാണ്. അപ്പോ ഈ മനുഷ്യൻ വിചാരിച്ചിരുന്നത് ഒരു പ്രവാചകൻ ദൈവദൂതൻ എന്നൊക്കെ പറയുമ്പോ ഒരു പർണശാല കെട്ടി ഒരു ആത്മീയ വ്യക്തിത്വമായി വീടില്ല, കുടുംബമില്ല, മക്കളില്ല, അങ്ങനെ കഴിയുന്ന ഒരാള് സമൂഹത്തിനൊക്കെ വന്നിട്ട് ആ പാവപ്പെട്ട ഗ്രാമീണൻ കാണുന്നത് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് വാരിയെടുത്ത് ഉമ്മ വെക്കുന്നതാണ്. അയാൾ ചോദിക്കുന്നു, ദൈവദൂതരെ, അങ്ങ് കുഞ്ഞുങ്ങളെ മുത്തം വെക്കാറുണ്ടല്ലേ എന്ന്. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഇന്ന് കേരളത്തിൽ ഏറ്റവും പീഡനം അനുഭവിക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് മാതാപിതാക്കളാണ്, വൃദ്ധ ദമ്പതികൾ. മറ്റൊന്ന് ഓമന പൈതങ്ങളുമാണ്. ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. കുട്ടികളെ പറ്റി എല്ലാവരുടെയും ഒരു ധാരണ, കുട്ടികൾക്ക് പണ്ടത്തേതിനേക്കാളും സുഖല്ലേ, നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയിരുന്നു, ഇന്നത്തെ കുട്ടി ബസ്സിൽ പോണ്. നമ്മൾ ഓലമേഞ്ഞ സ്കൂളിൽ പഠിച്ചിരുന്നു, ഇന്നത്തെ കുട്ടികൾ പക്ഷേ AC സ്കൂളിൽ പഠിക്കുന്ന, എയർ കണ്ടീഷൻ. കുട്ടിക്ക് വേണ്ടത് അതല്ല. കുട്ടിക്ക് വേണ്ടത് സാന്ത്വനമാണ്. കുഞ്ഞിന് വേണ്ടത് ഒരു തലോടലാണ്. കുഞ്ഞിന് വേണ്ടത് ഒരു വാത്സല്യമാണ്. മാതാവിന്റെ തോളത്ത് ചാരിക്കിടക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മാതാവിന്റെ ദേഹത്ത് അള്ളിപ്പിടിച്ച് കിടക്കാനുള്ള അവകാശമാണ്. അമ്മയുടെ കോന്തല പിടിച്ച് കരയാനുള്ള അവകാശമാണ്. അത് കൊടുക്കൂല. സ്വന്തം വീട്ടിൽ നമ്മളിപ്പോ അയൽ രാജ്യത്ത് കുഞ്ഞുങ്ങളെ വെടിവെച്ചു. ആസാമിലെ ബോഡോ തീവ്രവാദികളും കുഞ്ഞുങ്ങളെ വെടിവെച്ചത്. ലോകത്തിന്റെ ഒരു കാഠിന്യം നോക്കണം. മുതിർന്നവരെ അവരുടെ പക തീർക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് പൈതങ്ങളെയാണ്. എന്നിട്ടും വലിയ സംസ്കാരം പ്രസംഗിക്കുന്നു. പക്ഷെ അതവിടെ ഇരിക്കട്ടെ. ആസാമിൽ 7 തവണയാണ് 7 വയസ്സുള്ള ഒരു കുട്ടിയെ വെടിവെച്ചത്. ഒരു ആദിവാസി കുഞ്ഞിനെ. 7 വയസ്സുള്ള കുഞ്ഞിന്റെ മേല് 7 വെടി. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അവന്റെ 7 വെടിയുണ്ടെയും ശസ്ത്രക്രിയ ചെയ്ത് ഡോക്ടർമാർ പുറത്തേക്കെടുത്തു. എന്നിട്ടും അവൻ മരിച്ചില്ല. ഇന്ത്യയിൽ ഈ പാകിസ്ഥാനിൽ നടന്നതിന്റെ തൊട്ടടുത്ത ആഴ്ച ഇതൊക്കെയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളീയർ മെച്ചപ്പെട്ടവരാണെന്ന് പറയാം ഒരു നിവൃത്തി നമുക്കില്ല. കാരണം കേരളത്തിൽ ഇപ്പൊ ഒരു പുതിയ സോക്കട് തുടങ്ങിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ അവരുടെ വീട്ടിൽ വെച്ച് അവരുടെ സ്വന്തം വീട്ടുകാർ കടുത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നു. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം മലയാള പത്രങ്ങൾ എടുത്തിട്ട് ആരെങ്കിലും കട്ടിങ് എടുത്ത് നോക്കട്ടെ. കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് മലയാളികൾ സ്വന്തം വീട്ടില്, സ്വന്തം മാതാപിതാക്കള്. കേട്ടാൽ പേടിച്ചു പോകുന്ന, അറക്കുന്ന, സംസ്കാരമുള്ള ഒരു സമൂഹത്തിലും നടക്കാത്ത പാവപ്പെട്ട പൈതലിന്റെ മേലേക്ക് ചുടുവെള്ളം ഒഴിക്കുക, കുഞ്ഞുങ്ങളുടെ മേലേക്ക് ഇരുമ്പ് പഴിപ്പിച്ചു വെക്കുക. വീട്ടുകാർ, അയൽപക്കത്തല്ല, സ്വന്തം വീട്ടുകാര്. എന്നിട്ടും ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പേരിട്ട് വിളിക്കുക. ദൈവത്തിന്റെ സ്വന്തം നാടാണെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ നാടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്ന നാടാണ്. ഒരു കുഞ്ഞിന്റെ കണ്ണിൽ ആശങ്കയില്ലാത്ത, ആശ മാത്രമുള്ള ലോകമാണ് ദൈവത്തിന്റെ ലോകം. നമ്മളവിടെ എത്തിയിട്ടുണ്ടോ? മലയാളി സമൂഹം ഇടുക്കിയിലെ ഒരു കുട്ടിയെ ഇന്നും മന്ത്രിമാര് ചെന്ന് സന്ദർശിക്കണം. വെല്ലൂർ ആസ്പത്രിയിലായിരുന്നു 3-4 മാസം. എന്താ ഈ കുട്ടിക്ക് ഇത്ര വലിയ വിശേഷം? 2014 ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രക്കാരായ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്ത കുട്ടി ഈ കുട്ടിയായിരിക്കും. എന്താ കാരണം? സ്വന്തം വീട്ടുകാരുടെ പീഡനം സഹിക്കാതെ മരണത്തിന്റെ വക്കത്തെത്തി. ഒരു നഴ്സാണ് അവനെ അവസാനം വളർത്തുന്നത്. നഴ്സിന്റെ മാറത്താണ് അവൻ കിടക്കുന്നത്. മന്ത്രിമാര് കാണാൻ പോകുമ്പോ ആ നഴ്സുമായിട്ടാണ് അവൻ കളിക്കുന്നത്. കോഴിക്കോട്ട് പീഡനം നടത്തി ഒരു കുട്ടി മരിച്ചു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മരണപ്പെട്ടു.
മരണപ്പെട്ട കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോ 15 ദിവസം മുമ്പ് കഴിച്ച മാമ്പഴത്തിന്റെ കഷ്ണമാണ് അവളുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്രയും കൂടി എഴുതി വെച്ചിട്ടുണ്ട്, 15 ദിവസം സ്വന്തം വീട്ടിൽ ഈ കുഞ്ഞ് പട്ടിണിയായിരുന്നു, അവനവന്റെ വീട്ടില്. ഇതാണത്ര ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പൊ കുഞ്ഞുങ്ങളെ പോലും ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ലോകത്തിന് ഇന്ന് ആവശ്യം പണക്കൊഴുപ്പല്ല, വലിയ വിദ്യാഭ്യാസമല്ല, ഇത്തിരി കരുണയാണ്, ഇത്തിരി സ്നേഹമാണ്. അത് കൊടുക്കാൻ കഴിയാതെ എന്ത് മതം, അത് കൊടുക്കാൻ കഴിയാതെ എന്ത് രാഷ്ട്രീയം, അത് കൊടുക്കാൻ കഴിയാതെ എന്ത് കല, അത് കൊടുക്കാൻ കഴിയാതെ എന്ത് സാഹിത്യം. അതാണ് പുണ്യ റസൂൽ കരുണയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും ഓരോ അധ്യായവും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാനിധിയും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ആരംഭിക്കുന്നു. ഒരധ്യായം ഒഴികെ മറ്റെല്ലാ അധ്യായങ്ങളും അങ്ങനെ തുടങ്ങുന്നത് കരുണ കരുണ കരുണ. വസിഅത് റഹ്മതി കുല്ല ശൈഇൻ, എന്റെ കാരുണ്യം എല്ലാ കാര്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുവെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നു. മുഹമ്മദ് നബിയെ ഖുർആൻ വിശേഷിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകങ്ങളുടെ കാരുണ്യം എന്നാണ്. കരുണ കരുണ കരുണ. കരുണയില്ലാത്തവന് മതം ഉൾക്കൊള്ളാൻ കഴിയില്ല, കരുണയില്ലാത്തവന് മനുഷ്യനാകാൻ കഴിയില്ല. കരുണയാണ് ഹൃദയം, കരുണയാണ് മതം, കരുണയാണ് സംസ്കാരം. ആ കാരുണ്യത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തിൽ നിന്നുമാണ് രാഷ്ട്രീയമാകട്ടെ മറ്റെന്ത് മനുഷ്യന്റെ വ്യവഹാരമാകട്ടെ അത് ഉത്ഭവം കൊള്ളുന്നത്. ഇന്നിപ്പോ അത് തിരിച്ചറിയേണ്ടി വന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളെ വെടിവെക്കുമ്പോ, ലോകത്ത് ഇത്ര വലിയ നാശം വതക്കുമ്പോ, കുഞ്ഞുങ്ങളെ സ്വന്തം വീട്ടിൽ പീഡിപ്പിക്കുമ്പോ മനുഷ്യനെ നഷ്ടപ്പെട്ടത് കരുണയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവം, ഒരു കുട്ടിയെ കണ്ടാൽ എന്താ തോന്നുക? ആരെ കുട്ടിയാ നോക്കുവോ? നമ്മൾ എങ്ങോട്ടോ യാത്ര ചെയ്യാണ്, തീവണ്ടിയിലോ അതിന്റെ അകത്തോ പ്ലാറ്റ്ഫോമിലോ ബസ് സ്റ്റാൻഡിലോ ഒരു കുട്ടി കളിക്കുന്നുണ്ട്. അവനവന്റെ കുട്ടിയാണെങ്കിലേ നമുക്ക് സ്നേഹം തോന്നുള്ളൂ. ഏത് കുഞ്ഞാണെങ്കിലും നമുക്കൊരു കൗതുകം തോന്നും, അവനെ തൊടാൻ തോന്നും, അവനെ അവളെയോ വാരിയെടുക്കാൻ തോന്നും. ഇത് മനുഷ്യ സഹജമായ കരുണയാണ്. ദൈവദൂതരെ, അങ്ങ് കുഞ്ഞുങ്ങളെ മുത്തം വെക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അവിടുന്ന് ചോദിച്ചു, ഹൃദയത്തിൽ അല്ലാഹു കരുണ തരാഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അവിടുന്ന് തിരിച്ചു ചോദിച്ചു. ഹൃദയത്തിൽ കരുണ ഉണ്ടെങ്കിൽ മുത്തം വെക്കും, ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിൽ കുഞ്ഞിനെ സന്തോഷിപ്പിക്കും, ഹൃദയത്തിൽ കരുണ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കേരളത്തിലൊരു സ്കൂൾ കുറെ ദിവസം അടച്ചിട്ടത് ഒരു വിദ്യാർത്ഥിയെ ഒരു ടീച്ചർ പട്ടിക്കൂട്ടിൽ കിടത്തിയതിനാണ്. ചങ്ങലക്കാണ് ഭ്രാന്ത്. നമ്മളൊക്കെ സ്കൂളിലെ ജീവിതത്തിലേക്ക് ഓർക്കുമ്പോൾ നമുക്കൊക്കെ കുറെ പ്രിയപ്പെട്ട അധ്യാപകരും ഗുരുനാഥന്മാരുണ്ടാവും. ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് നോക്കുമ്പോ ഉസ്താദുമാര്, അവരുടെ വാത്സല്യം, ഇവിടെ ഉസ്താദുമാരെ ആദരിച്ച വേദിയാണ്. അത് നമുക്ക് അറിവ് മാത്രമാണോ തരുന്നത്? അല്ല, സംസ്കാരം, സ്നേഹം, വാത്സല്യം. ചെറുപ്പത്തിലെ ടീച്ചർമാരെ മാഷന്മാരെയൊക്കെ ഓർക്കുമ്പോ ഞാൻ ഇപ്പോഴും അവരൊക്കെ ചെന്ന് കാണുന്ന ആളാണ്. പട്ടിക്കൂട്ടില് ഒരു വിദ്യാർത്ഥിയെ, അതും ഒരു സ്ത്രീ, ഒരു ടീച്ചർ, അതിന്റെ പേരിലാണ് കേരളത്തിൽ സ്കൂൾ അടച്ചത്. പിന്നെ ആ സ്കൂൾ തുറന്നു. പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളെ കൊന്ന സ്കൂള് മിനിഞ്ഞാന്ന് തുറന്ന പോലെ. ബെഞ്ചിലേക്ക് നോക്കിയിട്ട്, ശൂന്യമായ ബെഞ്ചിൽ നോക്കിയിട്ട് ഒരു കുട്ടി പേടിച്ച് ബേജാറായിട്ടിരുന്നു. അവന്റെ സഹപാഠികൾ ആരും ജീവിച്ചിരിക്കില്ല. അവന്റെ കൂടെ കളിച്ചിരുന്ന ബെഞ്ചുകളൊക്കെ ശൂന്യം, ഇവൻ മാത്രം ബാക്കി. എങ്ങോട്ടാ ലോകം പോണത്? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥമായിട്ടുള്ള മതം എന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ഏത് കരുണയിൽ സ്ഥാപിതമായിരിക്കണം. അതില്ലെങ്കിൽ ഒക്കെ പോയി. ഓരോരുത്തർക്ക് ഹാരളകാനുള്ളതല്ല മതം.
ഓരോരുത്തർക്ക് വികാരം കൊണ്ട് തുള്ളാനുള്ളതല്ല മതം. അത് ഹൃദയത്തിൽ ഇരിക്കേണ്ട സംസ്കാരമാണ്, സംസ്കരണമാണ്. അത് ശുദ്ധിയാണ്, അത് വെടുപ്പാണ്, അത് സ്നേഹമാണ്, അത് മനുഷ്യത്വമാണ്. അതാദ്യം ഉണരുന്നതിന് കുഞ്ഞിനെ കാണുമ്പോഴാന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരാളുടെ മതവിശ്വാസം ഏറ്റവും കൂടുതൽ ഉണരുന്ന നേരം ഒരു കുഞ്ഞിനെ കാണുമ്പോഴാണ്. ഒരു കുഞ്ഞിനെ കാണുമ്പോ തീർച്ചയായും ആ സമയത്ത് ആ കുഞ്ഞിന്റെ ഹൃദയം ഉണർന്നു എന്ന് വരും. ആ കുഞ്ഞിനെ കാണുന്നവരുടെ ഹൃദയവും ഉണർന്നു എന്ന് വരും. പ്രിയപ്പെട്ടവരെ, അതൊക്കെയാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന് പണത്തിന്റെ പുളപ്പാണ്. പണം പണം പണം. 1000 കമ്പ്യൂട്ടറുകൾ നിന്റെ അച്ഛന് പകരമാകില്ലെന്ന് പുതിയ തലമുറയിൽ പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ മൊബൈൽ ചാറ്റിങ്ങുകൾ പെണ്ണേ നിന്റെ അമ്മക്ക് നിന്റെ ഉമ്മക്ക് പകരമാകില്ലെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനാണ് ഇത്തരം സംവിധാനങ്ങൾ വേണ്ടത്. സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. മാതാപിതാക്കൾ വീടുകൾക്ക് അകത്ത് കഴിയാതെ അവരെ പുറത്തു കൊണ്ടുപോയിട്ട് തള്ളുക. അച്ഛനൊരു മോഹം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനെ അല്ലെങ്കിൽ ബാപ്പ. ആ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യനൊരു വീട് വെച്ചു, കല്ലുകൊണ്ട് പടുത്തുണ്ടാക്കി. പടുത്തപ്പോ അച്ഛന്റെ വിയർപ്പ് തുള്ളി അതിലേക്ക് വീട് പോയി. ഓരോ കല്ല് വെച്ച് പടുത്തപ്പോ സ്വന്തം വീട് കെട്ടുക. ആ വിയർപ്പിലാണ് ആ പാവം മനുഷ്യൻ മണ്ണ് കുഴച്ചത്, അല്ലെങ്കിൽ സിമന്റ് ചേർത്തത്. ഒറ്റ ആശയ പാവം മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, അവിടെ കിടന്ന് മരിക്കണം. എത്ര ആളുകൾ എനിക്കറിയാം, ആശുപത്രിയിൽ കിടക്കുന്ന ആളുകൾ, വയസ്സായ ആളുകൾ പറയും എന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നു. എനിക്കിവിടെ ഒന്നും വേണ്ട, എനിക്കൊന്നും ചെയ്യണ്ട, എനിക്ക് വീട്ടിൽ പോയിട്ട് മരിക്കണം. ഒരു പക്ഷേ മനുഷ്യൻ അവസാന സമയത്ത് അങ്ങനെ തോന്നുമായിരിക്കും. താൻ ജനിച്ചു വളർന്ന, കഞ്ഞി കുടിച്ച തൻ്റെ വീട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതും ഒരു ആശുപത്രി, യന്ത്രങ്ങള്, ആളുകള്, ഡോക്ടർമാര്, അവിടുത്തെ വാസന, ഗന്ധം, മരുന്നിന്റെ ഗന്ധം. ആ സമയത്ത് മനുഷ്യൻ ഒരു ഒറ്റപ്പെടൽ മോഹിച്ചു എന്ന് വന്നേക്കാം. കഴിഞ്ഞ ദിവസം സാനുമാഷി എറണാകുളത്ത് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്ന ഒരു യോഗത്തിൽ എന്നോട് പറഞ്ഞു, കൃഷ്ണയ്യർ, ജസ്റ്റിസ് കൃഷ്ണയ്യർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് സമാധാനമായിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്ന്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സാനുമാഷ്. രോഗങ്ങൾ ബാധിച്ചിട്ട് ശരീരത്തിൽ മുഴുവൻ അവശതയും വേദനയും വന്നിട്ട് ഏത് വലിയ ആൾക്കും കൃഷ്ണയ്യരെ പോലൊരു മഹാനായ മനുഷ്യൻ, ഈ നാട് കണ്ട മഹാനായ നീതിമാൻ, ആ പേരിനോട് ചേർത്ത് വെക്കാവുന്ന വേറെ ഒരു പേര് ന്യായാധിപ രംഗത്തുനിന്ന് കിട്ടാൻ വളരെ വളരെ പ്രയാസം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആർക്കും അങ്ങനെയുള്ള അവസരം വന്നേക്കാം. പക്ഷേ പിതാവിനൊരു മോഹം വീട്ടിൽ കിടന്ന് മരിക്കണം. മകൻ എന്ത് കൊടുത്താലും അതിന് സമ്മതിക്കില്ല. വേണമെങ്കിൽ ആൾക്ക് കാശ് തരാം, പണം തരാം, നഴ്സിനെ നിർത്തിത്തരാം, മാസാന്ത്യം ചെക്ക് തരാം, ഡ്രാഫ്റ്റ് തരാം. പക്ഷേ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള തന്തയുടെ മോഹമുണ്ടല്ലോ, അത് വകച്ചു കൊടുക്കില്ല. കാരണം എന്റെ ഭാര്യയുടെയും മക്കളുടെയും സ്വസ്ഥത ഇയാൾ കളയും. പാവപ്പെട്ട തള്ളയുടെ ഞരക്കവും മൂളക്കവും കുട്ടിയുടെ SSLC പഠനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന മക്കളെ ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് SSLC മാർക്കും ആണല്ലോ വലുത്. കുട്ടി നല്ല മാർക്കിൽ പാസ്സാവണം. അതിന് കുട്ടി ഉറക്കളിച്ചിരിക്കുമ്പോ ഈ തള്ള അവിടെ കിടന്നിട്ട് ഞരങ്ങും മൂളുകയും ചെയ്യുകയാണ്. അമ്മേ അല്ലെങ്കിൽ ഉമ്മ, കുട്ടിയുടെ SSLC പരീക്ഷ കഴിയുന്നവരെ ഒരു മാറിത്തരുമോ? ഇതാണ് കേരളത്തിലെ വൃദ്ധസദനങ്ങൾ. ഇതൊന്നും വെറുതെ പറയില്ല, ചുറ്റിയാണെന്ന് കാണണം. ഞാൻ വൃദ്ധസദനങ്ങൾ ഒരുപാട് പോയ ആളാണ്. അവിടുത്തെ പേക്കോലങ്ങളെ കണ്ട ആളാണ്. പോയിട്ട് സന്ദർശിക്കണം. പെരുന്നാളും അവിടെ, ഓണവും അവിടെ, ക്രിസ്മസും അവിടെ. 4 മുറിയിലെ ജയിലിൽ അടക്കപ്പെട്ട പോലെ പിതാവ് അയാളുടെ മേലെ മൂത്രിച്ചു, അയാളുടെ മേലെ കാഷ്ടിച്ചു, മക്കളെ തോളിലിട്ട് വളർത്തി. മതം എന്താ? മതം അവിടെ മതം ഉണ്ടാവണം. അതാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, പ്രവാചകരെ, ദൈവദൂതരെ, എൻ്റെ ജീവിതത്തിൽ ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കടമ പാലിക്കേണ്ടത്? ആ ചോദ്യം ഇന്നൊരു സദസ്സിനോട് ചോദിച്ചാൽ, ഞാൻ പറയുന്നു 100 ആളോട് ചോദിച്ചാൽ 101 ഉത്തരമാണ് കിട്ടുക. ഒരാൾ പറയും എന്നെ സഹായിച്ച പണക്കാരൻ, ഒരാൾ പറയും എന്നെ സഹായിച്ച ഇന്നാള്, ഒരാൾ പറയും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്ക് ഉപകാരം ചെയ്ത ആള്, വേറൊരാൾ പറയും രാഷ്ട്രീയത്തിൽ എന്നെ കൈപിടിച്ചുയർത്തിയ നേതാവ്, ഒരാൾ പറയും എന്റെ അധ്യാപകൻ,
പക്ഷെ ദൈവദൂതന്റെ കണ്ണ് കലർപ്പില്ലാത്ത കണ്ണാണ്. ദൈവദൂതന്റെ കാഴ്ച പരിശുദ്ധമാണ്. ആ പവിത്ര സൃഷ്ടിയാൽ ജീവിതത്തെയും പ്രപഞ്ചത്തെയും നോക്കിക്കണ്ട പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് പറഞ്ഞു, നീ ഏറ്റവും കൂടുതൽ കടമ പാലിക്കേണ്ടത് നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് പിന്നെയും ചോദിച്ചു, പിന്നെ ആരോട്? ഒന്ന് മാതാവാന്ന് മനസ്സിലായി, അടുത്ത ആൾ ആരാന്നാണ് ചോദ്യകർത്താവിന് മനസ്സിലാവേണ്ടത്. പിന്നെ ആരോട്? രണ്ടാമത്തെ ആളെയാണ്. അതിവിചിത്രം, അത്യത്ഭുതകരം, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് അത്ഭുതപ്പെട്ടു. ആദ്യം മാതാവ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി, പിന്നെ അത് തന്നെ പറയണു. മൂന്നാമതും ചോദ്യകർത്താവ് അത്ഭുതപരതന്ത്രനായിട്ട് ചോദിച്ചു, പിന്നെ ആരോട്? ഹു ഈസ് ദ നെക്സ്റ്റ്? അടുത്ത ആളാരാന്നാ ചോദിക്കുന്നത്. മൂന്നാമതും പരിശുദ്ധ റസൂൽ ഉണർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മാതാവിനോട്. നാലാമതായിട്ട് ചോദ്യകർത്താവ് ചോദിച്ചു, പിന്നെ ആരോട്? അപ്പൊ പറഞ്ഞു, നിന്റെ മാതാവിനോട് എന്ന്. മനുഷ്യ സംസ്കാരത്തിന് 4 അടിക്കല്ലുണ്ടെങ്കിൽ 3 അടിക്കല്ലും മാതൃത്വത്തിൻ്റെതാണെന്നും 4ാമത്തെ ഒറ്റക്കല്ല് മാത്രമേ പിതാവെന്ന പിതൃത്വത്തിന് പോലും അവകാശപ്പെട്ടതുള്ളൂവെന്നും പഠിപ്പിക്കുകയാണ് ലോക ഗുരുവായ പരിശുദ്ധ നബി ചെയ്തിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി. ഇതൊക്കെയാണ് മതം. മതസമൂഹം വൃദ്ധസദനമില്ലാത്ത സമൂഹമാണ്. മതസമൂഹം മദ്യപിക്കാത്തവരുടെ സമൂഹമാണ്. പച്ചക്കു രഹസ്യമായിട്ടുമല്ല, ഒരു രീതിയിലും മദ്യത്തെ സമീപിക്കാത്തവൻ. മതസമൂഹം പെണ്ണിനെ നോവിക്കാത്തവന്റെ സമൂഹമാണ്. മതസമൂഹം മറ്റൊരു സമുദായത്തിൽ പറന്നു എന്ന കാരണത്താൽ ഒരാളെ ശത്രുവായിട്ട് കാണില്ല. അയാളെ മനുഷ്യനായിട്ട് കണ്ടിട്ട് വലിയ ബഹുമാനത്തോടെ, എത്രത്തോളം എന്നാൽ മദീനയുടെ തെരുവിലൂടെ ഒരു യഹൂദൻ മരണപ്പെട്ട് അയാളുടെ മൃതദേഹം വിലാപയാത്രയായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിച്ചപ്പോ അതൊരു യഹൂദനല്ലേ എന്ന് ആരോ ഒരാൾ ചൂണ്ടിക്കാട്ടിയപ്പോ, എന്താ അത് മനുഷ്യനല്ലേ എന്ന് പരിശുദ്ധ റസൂൽ തിരിച്ചു ചോദിച്ചു. അല്ലാത്തൊരു ചോദ്യമാണ്. ഇന്ന് ലോകത്ത് മുഴങ്ങേണ്ട ചോദ്യം അതാണ്. എന്താ അത് മനുഷ്യനല്ലേ? എന്താ അവിടെ ഒരാളെ കൊന്നു, ആ കൊല്ലപ്പെട്ടവൻ മനുഷ്യനല്ലേ? എന്താ അവിടെ കുറെ കുഞ്ഞുങ്ങളെ കൊന്നു, ആ കുഞ്ഞുങ്ങൾ ഹിന്ദുവിന്റെ മക്കളോ മുസ്ലിമിന്റെ മക്കളോ ക്രിസ്ത്യാനിയുടെ മക്കളോ? ആ കൊല്ലപ്പെട്ട മക്കളൊക്കെ മനുഷ്യന്റെ മക്കളല്ലേ? ആ കഷ്ടപ്പെടുന്നവരൊക്കെ മനുഷ്യരല്ലേ? ദാരിദ്ര്യമുള്ളവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ദാരിദ്ര്യമുള്ളവരല്ലേ? പെണ്ണ് ഏത് സമുദായത്തിൽപ്പെട്ട പെണ്ണാണെങ്കിലും അത് നിന്റെ പെങ്ങളല്ലേ? ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും ഉത്തരേന്ത്യയിൽ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നു, വലിച്ചെറിയുന്നു. ഒരു വെള്ളം കുടിച്ച ഗ്ലാസിനെ, ഒരു വെള്ളം കുടിച്ച കുപ്പി വെള്ളം കുടിച്ചിട്ട് ഗ്ലാസ് വെക്കുമ്പോ ഒരു മര്യാദ ഉണ്ടാവില്ലേ? കുപ്പി ഇത് ഉപയോഗിച്ചിട്ട് കഴുത്തിൽ മുണ്ടിട്ടും മുറുക്കിയിട്ടും വിഷം കൊടുത്തിട്ടും ഏതൊക്കെ രീതിയിൽ കൊന്നുകളയുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്ത് മനുഷ്യത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കടമയും കടപ്പാടുമുണ്ടെങ്കിൽ ലോകമാകെ നാം മതത്തിന്റെ മാനവിക മുഖത്തെ കൂടുതൽ കൂടുതൽ ഉയർത്തിക്കാട്ടണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ ഇവിടെ നടക്കുന്ന ഒരുപാട് അക്രമങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഇതൊക്കെ തന്നെ ലോകത്തിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അതിനെയൊക്കെ വ്യക്തമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ആളുകളെ തമ്മിൽ ഇണക്കാനുള്ള നടപടികളാണ് ആവശ്യമായിട്ടുള്ളത്. ആളുകളെ യോജിപ്പിച്ച് നിർത്തണം. മനുഷ്യന്മാരുടെ ഇടയിൽ കലാപമുണ്ടാക്കാനുള്ള ഏത് സംഗതികളെയും, അത് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയോ ക്ഷേത്ര കമ്മിറ്റിയോ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മനുഷ്യത്വത്തിന്റെ ഒരു അന്തരീക്ഷം, എല്ലാവർക്കും പാർക്കാനുള്ളതാണ് ഈ ഭൂമി, എല്ലാവർക്കും കുടിക്കാനുള്ളതാണ് ഈ വെള്ളം, എല്ലാവരും ശ്വസിച്ചിരിക്കുന്ന വായു ഒന്നാണ്, വായു വ്യത്യസ്തമല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇമ്പമാർന്ന ഭാഷയിൽ, മനുഷ്യരെ, നിങ്ങളെ ഒരേ മാതാപിതാക്കളുടെ മക്കളായിട്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഒരിടത്ത് പോലും മുസ്ലിങ്ങളെ എന്ന ഒരു വിളി കാണാൻ കഴിയില്ല.
വിശ്വാസികളോട് മതപരമായ ചില കാര്യങ്ങൾ കൽപ്പിക്കുന്ന സമയത്ത് മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ എന്ന് അത്തരം സന്ദർഭങ്ങളിൽ മതം പഠിപ്പിക്കുന്ന നേരത്തൊരു അഭിസംബോധനയുണ്ട്. ഞാൻ പറയണത്, ലോകത്തോട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലും ഖുർആൻ മുസ്ലിങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല, മനുഷ്യരെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ദൈവത്തെ ഖുർആൻ വിളിക്കുന്നത് മുസ്ലിങ്ങളുടെ റബ്ബ് ദൈവം എന്നല്ല, മാനവരാശിയുടെ റബ്ബ് എന്നാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അണിചേർന്നിട്ട് കൈകെട്ടിയാൽ ആദ്യം പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവൻ നാഥനായിട്ടുള്ള അല്ലാഹു, എല്ലാ ലോകത്തിന്റെയും രക്ഷകൻ, ഒരു സമുദായത്തിനല്ല. റബ്ബുൽ ആലമീന്റെ റസൂലായ റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ ദൈവം, ലോകത്തിന്റെ കരുണയായ പ്രവാചകൻ. ഇങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് വലിയ സംഗതികളാണ്, വലിയ തത്വങ്ങളാണ്. ആ ഐക്യവും സാഹോദര്യവും ഇന്ന് കൂടുതൽ ഊട്ടിയുറപ്പിക്കണം. ഒരു കല്ല് മതി ഒരു സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ, ഒരു കുഴപ്പക്കാരൻ മതി അതിനെ ചെറുത്തു. അത് മതമല്ല. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ലോകത്തെവിടെ വർഗീയത കുത്തിപ്പൊക്കുന്നുവോ അതൊന്നും മതമുള്ളവനല്ല ചെയ്തിട്ടുള്ളത്. ലോകത്തെ വർഗീയവാദികളോ തീവ്രവാദികളുടെ പേരെടുത്തു നോക്കിക്കോ, അതിലേതെങ്കിലും മതപാഠശാലകളിൽ നിന്ന് പഠിച്ചു വന്നവരുണ്ടോ? പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളെ കൊന്നവരിൽ ഏതെങ്കിലും പണ്ഡിതനുണ്ടോ? ഏതെങ്കിലും പണ്ഡിതനാ ചെയ്തത് നന്നായി അനുവദിച്ചു എന്നാരെങ്കിലും പറഞ്ഞോ? ലോകം മുഴുവൻ അപലപിച്ചു, പണ്ഡിതന്മാര് മുഴുവൻ അതിനെ തള്ളിപ്പറഞ്ഞു. ലോകത്തിലെ ഒരൊറ്റ വർഗീയവാദിയെയും ഒരു മതപാഠശാല ജനിപ്പിച്ചിട്ടില്ല. നിലനിർത്താൻ മതത്തിൽ ഊന്നു നിന്നുകൊണ്ട് തന്നെ കടുത്ത മതവിശ്വാസിയും കടുത്ത മതേതരവാദിയുമാകാൻ ഒരു പ്രയാസവുമില്ലെന്ന് തെളിയിക്കാൻ. ഏത് മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നല്ല മതവിശ്വാസി, അമ്പലത്തിൽ പോണ ഹിന്ദു, ചർച്ചിൽ പോണ ക്രിസ്ത്യാനി, 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന, ഒരനാവശ്യത്തിലും ചെന്ന് പെടാത്ത ഒരു മുസൽമാൻ, ഇവരൊക്കെയാണ് മതേതരവാദികളാകാൻ ഇവർക്കാണ് എളുപ്പം. എന്തുകൊണ്ടെന്നാൽ അവരുടെ മതം അവരോട് പഠിപ്പിച്ചത് മനുഷ്യ സ്നേഹമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥയും. ഇവിടെ മതക്കാരല്ല കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, മതത്തെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമുക്കത് കണ്ടറിഞ്ഞതിനെ ഒറ്റപ്പെടുത്താൻ സാധിക്കണം. ജനങ്ങൾക്കിടയിൽ പാവങ്ങളായ ജനങ്ങളുടെ സൗഹൃദം തകർക്കുന്ന എന്തിനേയും നമുക്ക് അകറ്റി നിർത്താൻ കഴിയണം. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ഇന്ത്യയെ വർഗീയമാക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യ എന്നും മതേതര രാജ്യമാണ്. ഇന്ത്യ അത്ഭുതകരമായ രാജ്യമാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് എല്ലാവരും കൂടി കെട്ടിപ്പടുത്ത ഒരു രാജ്യം. ഒരു താജ്മഹൽ ഉണ്ടാകണമെങ്കിൽ എല്ലാവരും കൂടി വിചാരിക്കണം. മുസ്ലിം കലയാണത്, പക്ഷെ ഇന്തോ മുസ്ലിം കലയാണ്. ഒരു ഗസൽ, അറബ് ലോകത്ത് ഗസലുണ്ട്, ഇന്ത്യയിൽ അതെത്തി. അതിന് മലയാളത്തിൽ പോലും ഗസൽ ഉണ്ടായി. ഗസൽ, മലയാളത്തിൽ ഗസൽ ഉണ്ടായി. ഒരു അറബി വാക്കാണത്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കണില്ല. ഈ തൊപ്പി, ഇത് ലോകത്തൊരു അറബ് രാജ്യത്ത് പോയാൽ വാങ്ങാൻ കിട്ടാത്ത സാധനമാണെന്ന് ആളുകൾക്ക് അറിയോ? ദുബായിൽ ഈ സാധനം കിട്ടൂല. ഇസ്ലാമിലെ മക്കയുടെയും മദീനയുടെയും നാടായ സൗദി അറേബ്യയിൽ ചെന്നാൽ അത് കിട്ടൂല. ഇതിനത് എവിടുന്നുണ്ടായി? ഇത് ഇന്ത്യൻ സാധനമാണ്. ഇത് ഹിന്ദുസ്ഥാനി സംസ്കാരത്തിന്റെ അടയാളമാണ്. പാർലമെന്റിൽ സകല മതസ്ഥരും ഇത് അണിഞ്ഞു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. MP-മാർ, കോൺഗ്രസുകാർ, BJP-ക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ. മനസ്സിലാക്കാൻ തുടങ്ങിയാൽ അങ്ങനെയാണ്. മനസ്സിലാക്കാത്തവർക്കോ ഇതൊക്കെ വേറെന്തോ ആണ്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോ ഒരു കൂട്ടായ ജീവിതമാണ് നമ്മൾ കെട്ടിപ്പടുത്തത്. ആ കൂട്ടായ ജീവിതം നമ്മുടെ ഭാഷയിൽ സ്വാധീനിച്ചു, നമ്മുടെ ആഹാരത്തിൽ സ്വാധീനിച്ചു. ബിരിയാണി
ആ വാക്ക് മലയാളമല്ല, അതൊരു പേർഷ്യൻ പദമാണ്. മലയാളത്തിൽ നമ്മൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിന്റെ ആദ്യത്തെ ഭാഗം അറബിയാണ്. എന്താ അത്ഭുതമുണ്ടോ കേൾക്കുമ്പോ? അവസാനത്തെ ഭാഗവും അറബിയാണ്. ജൗഹർ. കാസർഗോട്ട് കാണുമല്ലോ, കാഞ്ഞങ്ങാട്ട് ജൗഹർ എന്ന പേരുള്ള മുസ്ലിം ചെറുപ്പക്കാർ കുട്ടികൾ. ജൗഹർ, ജവഹർ അറബിയാണ്, ശുദ്ധ അറബി. അവസാനത്തെ ഭാഗം നെഹ്റു, നെഹർ പുഴ, അറബി വാക്കാണ്. നെഹ്റുവിന്റെ കുടുംബം പുഴവക്കത്താണ് പാർത്തത്. അറബിയിൽ നിന്ന് ആ വാക്ക് പേർഷ്യനിൽ നിന്ന് വന്നു, പേർഷ്യനിൽ നിന്ന് ഹിന്ദിയിലെത്തി. ഹിന്ദുസ്ഥാനി, ഹിന്ദുസ്ഥാൻ, അത് ഹിന്ദു മുസ്ലിങ്ങളുടെ ഒരു സംഗമ സംസ്കാരമാണ്. പഠിച്ചാൽ ഞെട്ടിപ്പോവും. ആ നെഹ്റുവാണ് ഇന്ത്യയെ പഠിച്ച മനുഷ്യൻ. ആ നെഹ്റുവിന്റെ വീട്ടിലെ മാതൃഭാഷ ഉറുദു ആയിരുന്നു. വലത്തുനിന്ന് ഇടത്തോട്ട് അറബി ലിപിയിൽ എഴുതുന്ന ഭാഷയാണ് നെഹ്റുവിന്റെ വീട്ടുകാർ സംസാരിച്ചത്. മലബാർ സന്ദർശിച്ച നെഹ്റു ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങളെ മലബാറിൽ ഇസ്ലാമിന്റെ സംസ്കാരമൊന്നും വേണ്ടത്ര കണ്ടില്ല. മലബാറിൽ ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടല്ല, നെഹ്റു പഠിച്ച ഇസ്ലാമിക സംസ്കാരം, മിനാരങ്ങൾ, കുബ്ബകൾ, ഉറുദു, ഖവ്വാലി, ഗസൽ, ഇതൊന്നും മലബാറിലില്ല. അദ്ദേഹം ഇസ്ലാം നന്നായിട്ട് പഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇത് പഠിക്കാൻ പ്രയാസമില്ല. അറബി കഴിഞ്ഞാൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഷയാണ് ഉറുദു. അത് നെഹ്റുവിന്റെ മാതൃഭാഷയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് അത്ഭുതകരമായ ഇന്ത്യ. ഗാന്ധിജിയുടെ ഇന്ത്യ, നെഹ്റുവിന്റെ ഇന്ത്യ, ഇക്ബാലിന്റെ ഇന്ത്യ, ടാഗോറിന്റെ ഇന്ത്യ. ഇതൊക്കെ പുതിയ തലമുറ പഠിക്കണം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ, ഈ ബോംബെയിൽ ഇറങ്ങുന്ന ഹിന്ദി സിനിമകളുടെ പേര് പകുതിയിലധികവും അറബിയാണ് എന്ന് പറഞ്ഞാലോ? സിനിമയുടെ പേര് അറബിയോ? അതെ. അതെന്തുകൊണ്ട് സംഭവിച്ചു? ഹിന്ദി ഭാഷയിൽ അത്രക്കുണ്ട് അറബിയുടെ സ്വാധീനം. ഇതില്ലാതാക്കാൻ പറ്റുമോ? നാളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യും? സംസാരിക്കുന്ന ഭാഷയാണ്. മൊഹബത്ത് ഒരു സിനിമയുടെ പേരാണ്. ജുനൂൻ വേറൊരു സിനിമയുടെ പേരാണ്. ഇഷ്ക്, ഇഷ്ക് ക, ഖുർആൻ എന്ന് പറയുന്ന അതേ ക, അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഇഷ്ക് എന്ന് ഉച്ചരിച്ചാൽ ഹിന്ദിക്കാർ സഹിക്കില്ല. ഒരാൾ ഹിന്ദിയിൽ ഉച്ചരിക്കുന്ന സമയത്ത് ഇഷ്ക് എന്ന് ഉച്ചരിക്കേണ്ടതിന് പകരം ഇഷ്ക് എന്ന് ഉച്ചരിച്ചാൽ ഹിന്ദിക്കാർ പറയും പോടോ. എസ് പി ബാലസുബ്രഹ്മണ്യം ഹിന്ദി സിനിമയിൽ പാട്ട് പാടാൻ ക്ഷണം കിട്ടിയപ്പോ ആദ്യം ചെയ്ത പണി ഹൈദരാബാദ് പോയിട്ട് ഒരു ഉസ്താദിനെ വെച്ചിട്ട് ഭാഷ പഠിക്കുകയാണ്. അവിടെ ഉസ്താദുമാരെ ആദരിച്ചു. സിനിമക്ക് പാട്ട് പാടണമെങ്കിൽ ഉസ്താദിന്റെ മുമ്പ് പോയി ചമ്രം പടിഞ്ഞിരിക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. കാരണം ഹിന്ദി ശരിക്കും ഉച്ചരിക്കണമെങ്കിൽ ഒരു ഉസ്താദിന്റെ തൊണ്ടയിൽ നിന്ന് ഹ, ഹാബ്. ഞാൻ അടുത്ത കാലത്ത് ബോംബെയിൽ പോയിരുന്നു ലതാ മങ്കേഷ്കർക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങ് പങ്കെടുക്കാൻ. എത്ര കൊല്ലമായി ലതാ മങ്കേഷ്കർ പാടുന്നു. എന്നോട് അവിടെ ഞാൻ മാത്രമേ അവിടെ സംസാരിച്ചുള്ളൂ, ബാക്കി പ്രസംഗമൊന്നും ഉണ്ടായിരുന്നില്ല. അവാർഡ് കൊടുത്തു, ചടങ്ങ് അവസാനിപ്പിച്ചു. ലത വേദിയിലുണ്ടായിരുന്നു. എന്നോട് അവർ സംഘാടകർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ലതയുടെ തൊണ്ടയുടെ ഉച്ചാരണ ശുദ്ധിയെ കുറിച്ചായിരുന്നു. എന്താണ് ഈ ഉച്ചാരണ ശുദ്ധി? ഖാബ്, ഖാബല്ല ഖാബ് എന്ന അറബി അക്ഷരം അത് ലത കൃത്യമായിട്ട് ഉച്ചരിക്കുന്നു. ഖുർബാനി, ഖുർആൻ എന്ന് പറയുന്ന ക, അത് ഖുർബാനി എന്ന് തന്നെ ലതാ മങ്കേഷ്കർ ഉച്ചരിക്കുന്നു. ഒരു ലതാ മങ്കേഷ്കർ മാത്രമല്ല, കിഷോർ കുമാറോ, മുഹമ്മദ് റഫിയോ, കുമാർ സാനുവോ, സോനു നിഗമോ, പഴയവരോ പുതിയവരോ, ഉച്ചാരണ ശുദ്ധി അറബ് മരുഭൂമിയും ഇന്ത്യയും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കണില്ല, പക്ഷെ അതൊക്കെ ഒന്ന് പറയേണ്ട ഒരു കാലമാണ്. ഇത് നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പടുത്ത രാജ്യമാണ് ഇന്ത്യ. അതേമാതിരി തന്നെ സംസ്കൃതം നമ്മൾ സ്വാധീനത്തിലില്ലേ? ഞാനിപ്പോ ഇവിടെ എത്ര സംസ്കൃതം സംസാരിച്ചിട്ടാ അവിടെ നിന്ന് ഇറങ്ങാൻ പോണത്? ഞാനിപ്പോ സംസാരിച്ച മലയാളത്തിൽ 90% വാക്കുകളും സംസ്കൃതമാണ്. ആ ഭാഷയെ തള്ളി പറയാൻ പറ്റുമോ? അതെനിക്ക് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുമോ?
ശുദ്ധ മലയാളം സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ശുദ്ധ മലയാളം. എൻ്റെ പിതാവ് ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അസറിന്റെ ശേഷം മുദരിസുമാർ വരുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. ഉപ്പാന്റെ കയ്യിൽ നിന്ന് സിഹാഹു സിത്ത നോക്കി പഠിക്കാൻ ഹദീസിന്റെ 6 സമാഹാരങ്ങൾ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ, വലിയ വലിയ പണ്ഡിതന്മാര് വീട്ടിൽ വന്നിരുന്നു ഉപ്പാക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത്. എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ ചെയ്ത പണി ഞങ്ങളുടെ നാട്ടിൽ ഉപ്പ ഉറുദു പഠിപ്പിച്ചു, വീട്ടിൽ നിന്ന് അറബി പഠിപ്പിച്ചു. എന്നിട്ട് സംസ്കൃതം പഠിക്കാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു നമ്പൂതിരിയുടെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയച്ചു. സംസ്കൃത ഭാഷ പഠിക്കണം, ആഴമുള്ള ഭാഷ. ഹിന്ദുവിന്റെ ഭാഷയാണോ? ഇന്ത്യയുടെ ഭാഷയാണ്. മലയാളത്തെ സമ്പന്നമാക്കിയ ഭാഷയാണ്. ഞാൻ പാർലമെന്റ് അംഗമായപ്പോൾ ഡൽഹിയിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ എനിക്ക് വലിയ അമ്പരപ്പായിരുന്നു. അവിടെ ഞാൻ അത് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ കരൺ സിംഗ് ആണ്, മുൻ കേന്ദ്രമന്ത്രി, കശ്മീർ രാജാവിന്റെ മകൻ. പിന്നീട് ഞാൻ അദ്ദേഹത്തെ കേരളത്തിൽ കൊണ്ടുവന്നു അല്ലാമ ഇഖ്ബാലിനെ പറ്റി കോഴിക്കോട്ട് അക്കാഡമിയിൽ പ്രസംഗിക്കാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ഇഖ്ബാലിനെ പറ്റി പ്രസംഗിക്കാൻ, മറ്റൊന്ന് ശങ്കരാചാര്യരുടെ സ്ഥലമായ കാലടിയിൽ പോകാൻ. എനിക്ക് ശങ്കരന്റെ ജന്മസ്ഥലം കാണണം. ഞാൻ ഇന്നലെ രാവിലെ ഈ ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനത്തിനടുത്ത് മൂവാറ്റുപുഴയിൽ വിവേകാനന്ദ സ്വാമിയെ പറ്റി ഒരു സെമിനാർ പങ്കെടുക്കാൻ പോയിരുന്നു. ഇന്നലെ രാവിലെ. വിവേകാനന്ദൻ ആരാണ്? ഇന്ത്യക്ക് മുഴുവനുള്ളതല്ലേ. ആ വിവേകാനന്ദനാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അധികവും ദരിദ്രരായത്? വിവേകാനന്ദന്റെ ചോദ്യമാണ്. അവരെ വാളുകൊണ്ട് മതം മാറ്റി എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അസംബന്ധമാണ്. സ്വാമി വിവേകാനന്ദന്റെ പ്രസ്താവനയാണ്. ജമീന്ദാർമാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും രക്ഷപ്പെടാനാണ് അവർ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് വിവേകാനന്ദൻ കൂട്ടിച്ചേർത്തതിന്റെ താഴെ എഴുതി വെച്ചത് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ നാം വായിക്കുന്നു. ഈ ഗുരുക്കന്മാരൊക്കെ നമ്മെ ഒന്നിപ്പിക്കാനാണ് പാടുപെട്ടത്. നമ്മളെ ഭിന്നിപ്പിക്കാൻ അവരെ ഉപകരണമാക്കരുത്. നമ്മള് ഗാന്ധിജിയുടെ ഇന്ത്യയെ, എന്താണ് ഗാന്ധിജി പഠിപ്പിച്ച സന്ദേശം? ഹിന്ദുമതത്തിൽ അടിയുറച്ചു നിന്നു. എന്നിട്ട് ഏറ്റവും വലിയ ഹിന്ദുവായി, ഏറ്റവും വലിയ മതേതരവാദിയുമായി. വല്ലാത്തൊരു പാഠമാണ് ഗാന്ധിജി എന്നെ പഠിപ്പിച്ചത്, നമ്മെ പഠിപ്പിക്കുന്നത്. ചെറുപ്പത്തിൽ എനിക്ക് ഗാന്ധിജിയോട് തോന്നിയ ബഹുമാനം ഓരോ ദിവസവും ഇന്നും വർദ്ധിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം സ്നേഹിയും. എന്റെ കണ്ണിൽ ഗാന്ധിജി 3. ഒന്ന്, ഏറ്റവും നല്ല മഹാനായ ഹിന്ദു, ഏറ്റവും മഹാനായ സെക്യുലറിസ്റ്റ്, ഒരു വിട്ടുവീഴ്ച ചെയ്യാത്ത മതേതരവാദി, ഏറ്റവും വലിയ മുസ്ലിം സ്നേഹിയും. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന വ്യക്തി കോടതിയിൽ മൊഴി കൊടുത്തപ്പോ പറഞ്ഞു, ഇയാൾ മുസ്ലിങ്ങളുടെ ആളായത് കൊണ്ടാണ് ഇയാളെ കൊല്ലുന്നത്. ഇയാളെ ബാക്കി വെച്ചാൽ ഇയാൾ ഇനിയും മുസ്ലിങ്ങളെ സഹായിക്കും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ ഗാന്ധിജിയുടെ ചുണ്ടിൽ നിന്ന് ലോകം അവസാനം കേട്ടത് ശ്രീരാമചന്ദ്രന്റെ പേരാണ്. ഹേ റാം, രാമന്റെ പേരുച്ചരിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഹേ റാം. ഒടുക്കത്തെ ശ്വാസം വരെ വേദാന്ത ചിന്തയെ, ഉപനിഷത്തിനെ, ഭഗവത്ഗീതയെ ഗാന്ധിജി മാറോട് ചേർത്തു. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ പരിശുദ്ധ പ്രവാചകനെ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഗാന്ധിജി എഴുതി. ഞാൻ വായിച്ചു എന്നല്ല എഴുതിയത്. നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ ഞാൻ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നു. ഞാനും നോമ്പ് നോൽക്കും, ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജി നോമ്പ് നോറ്റു. ഗാന്ധിജി നോമ്പിനെ ആയുധമാക്കി. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ബോംബുണ്ടാക്കില്ല. ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ഒരു പേന, കത്തി പോലും ഉപയോഗിച്ചില്ല. നോമ്പ് കൊണ്ട് ബ്രിട്ടീഷുകാരെ പുറത്താക്കി. ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും വർഗീയ ലഹളയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോ കുഞ്ഞുങ്ങളെ പോലെ ശാഠ്യം പിടിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കും. നിങ്ങൾ തർക്കിക്കാണോ, നിങ്ങൾ കലഹിക്കാണോ, ഞാൻ നോമ്പ് നോൽക്കും. അപ്പൊ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പേടിച്ചു. ദിവസങ്ങളോളം നോമ്പ് നോക്കി അവിടെ കിടക്കും തെരുവില്. ഈ പാവം മനുഷ്യൻ, മെലിഞ്ഞൊട്ടിയ ഈ മനുഷ്യൻ മരം കോച്ചുന്ന തണുപ്പിൽ ലണ്ടനിൽ കപ്പലിറങ്ങിയപ്പോ
അപ്പോഴും മുട്ടി മുതൽ പൊക്കിൾ വരെ മറയാനുള്ള വസ്ത്രമേ ഉള്ളൂ. മേലെ ഒരു ഷാളും, മരം കോച്ചുന്ന തണുപ്പ കോട്ടിട്ടിട്ട് അതിന്റെ മുകളിൽ സെറ്റർ ഇട്ടിട്ടാണ് യൂറോപ്യന്മാര് നടക്കുന്നത്. അപ്പോഴാണ് വിൻസ്റ്റൺ ചർച്ചിൽ വിളിച്ചത്, ഇന്ത്യയുടെ ഫക്കീർ വന്നിരിക്കുന്നു, ദി ഹാഫ് നേക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫക്കീർ അതാ നടക്കുന്നത്. ഫക്കീർ എന്ന വാക്ക് അറബിയിലെ ഒരു വാക്കാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് പരിശുദ്ധ പ്രവാചകൻ ഉപയോഗിച്ചൊരു വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാരിദ്ര്യമാണ് എന്റെ അഭിമാനം എന്ന് പുണ്യ റസൂൽ ഒരിക്കൽ പറഞ്ഞു. ദാരിദ്ര്യമാണ് എന്റെ അഭിമാനം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ത്യ. മതം എന്ന് പറഞ്ഞാൽ മനുഷ്യ നന്മയാണെന്ന് അവർ പഠിപ്പിച്ചു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. പറഞ്ഞ് ദീർഘിച്ചു പോകുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് ആ ഗാന്ധിജിയെ പഠിപ്പിച്ച പോലെ മതം ഉൾക്കൊള്ളുക, മനുഷ്യ സ്നേഹിയാവുക. ഈ ലോകത്ത് മറ്റുള്ളവന്റെ മലം തന്റെ കൈകൊണ്ടെടുത്ത് മനുഷ്യനെ സ്നേഹിച്ച വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ഒരു പെൺകുട്ടി വന്നു. എല്ലാവർക്കും ഓരോ ജോലി കൊടുക്കും ഗാന്ധിജിയുടെ ആശ്രമത്തിൽ. ഗാന്ധിജി കുട്ടിക്ക് കൊടുത്ത ജോലി കുഷ്ഠരോഗിയുടെ മലമെടുക്കുക എന്നുള്ള ജോലിയായിരുന്നു. കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ചിട്ട് അയാളുടെ മല എടുക്കുക. ഈ പെൺകുട്ടി വളരെ വിഷമിച്ചു, വേദനിച്ചു. മറ്റെന്ത് ജോലി ഞാൻ ചെയ്തുകൊള്ളാം, ഇതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ചു തരുമോ എന്ന് ഗാന്ധിജിയോട് മറ്റൊരാൾ വഴി അവൾ മെല്ലെ അപേക്ഷ കൊടുത്തു. ഗാന്ധിജി അവൾ ഒഴിവാക്കി കൊടുത്തു. ഒഴിവാക്കി കൊടുത്തപ്പോൾ അവൾ സമാധാനിച്ചു. ആശ്രമത്തിലെ മറ്റു പണി കിട്ടി. കുഷ്ഠരോഗിയുടെ മലം കൈകൊണ്ട് എടുത്തു കൊണ്ടുപോയി പുറത്ത് കളയാന്നുള്ള പണി അവൾക്ക് ഒഴിവായി. പക്ഷെ അവൾ ആ നിമിഷം ചിന്തിച്ചു, ആരായിരിക്കും ആ നിർഭാഗ്യവാൻ അല്ലെങ്കിൽ നിർഭാഗ്യവതി? ഞാൻ ചെയ്തിരുന്ന ജോലിക്ക് വേണ്ടി ബാപ്പു അഥവാ ഗാന്ധി ആരെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അവള് പാത്തും പതുങ്ങിയും പോയി നിന്നു. ആരെയാണ് ആ മലെടുക്കാൻ ഏൽപ്പിച്ചത്? അതാ കയ്യിൽ മലമെടുത്തുകൊണ്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നടന്നു വരുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടു. ഈ ഗാന്ധിജി ജനിച്ച നാടാണത്. ആ ഗാന്ധിജിയുടെ നാട്ടിൽ സ്നേഹം പരത്തുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രം ഒരാൾ വന്നു. ശത്രുവായിരുന്ന ഒരാള് വീട്ടിൽ വന്നിട്ട് പുണ്യ റസൂലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രം അവിടെ കാഷ്ടിച്ചു. വീട് മുഴുവനും വൃത്തികേടാക്കി. അയാൾ മടങ്ങി പോകുമ്പോ അയാളുടെ ഒരു ഉപകരണം അയാളോടെ മറന്നു വെച്ചു പോയി. വഴിയിൽ വെച്ച ആൾക്ക് ഓർമ്മയായി, അതെടുക്കണം. പക്ഷെ എങ്ങനെ തിരിച്ചു പോവും? ഞാൻ പരിശുദ്ധ ദൈവദൂതന്റെ വീട് വൃത്തികേടാക്കി വന്നവനാണ്. പക്ഷെ ഇയാൾക്ക് ആ ഉപകരണം കൈയൊഴിക്കാൻ കഴിഞ്ഞില്ല. അയാൾ തിരിച്ചുപോയി. പുലർന്നിട്ടില്ല, പുലരാൻ പോകുന്ന നേരമാണ്. അരന്റെ വെളിച്ചത്തിൽ അയാൾ പരിശുദ്ധ നബിയുടെ വീട്ടിലേക്ക് നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പതാ അയാൾ കാണുന്നു, തൻ മലമൂത്ര വിസർജനം ചെയ്തതെല്ലാം വൃത്തിയാക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ കണ്ണ് നിറഞ്ഞുപോയി, അയാളുടെ കരള് അലിഞ്ഞുപോയി. നിറഞ്ഞ കണ്ണോടെ, കനം തൂങ്ങുന്ന ഹൃദയത്തോടെ അയാൾ ദൈവദൂതന്റെ അടുക്കലെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു, അങ്ങ് ദൈവദൂതർ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് കൊണ്ടുവന്ന ഈമാനെയും സ്നേഹിക്കുന്നു. ഈമാനാണ് ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ടത്, വിശ്വാസം. അല്ലാതെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടോ, മക്കളെ കെട്ടിക്കുന്ന വിവാഹത്തിന് വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിട്ട കാറുകളുടെ എണ്ണം കൊണ്ടോ, അന്ന് നടത്തിയ ആർഭാടത്തിന്റെ പൊങ്ങച്ചം കൊണ്ടോ ഒരു സമൂഹത്തിനും ഒരു സമുദായത്തിനും ഉത്കർഷ പ്രാപിക്കാൻ കഴിയില്ല. നമുക്ക് നന്മയുടെ ഒരു പുതുയുഗം കെട്ടിപ്പടുക്കാൻ ഒരു മഹല്ല് ജമാഅത്ത് വിചാരിച്ചാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ, നന്മ വരട്ടെ. എല്ലാ ആളുകൾക്കിടയിലും സ്നേഹം പരക്കുന്ന ഇവിടെ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ നടത്തപ്പെട്ടു. ഉസ്താദുമാരെ ആദരിച്ചു. അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, നമുക്കും എന്ന് ഞാൻ നിങ്ങളോടൊപ്പം ദുആ ചെയ്യുന്നു. വലിയൊരു ബഹുമാനമാണ് അവർക്ക് കൊടുത്തത്. അവരെ തന്നെയാണ് ബഹുമാനിക്കേണ്ടത്. കൂട്ടത്തിൽ മുഅദ്ദിനുകളെയും ബഹുമാനിക്കണം എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. മുഅദ്ദിനുകളെ
മുഅദ്ദിനെയും മുഅല്ലിമിനെയും ഖത്തീബിനെയുമാണ് ഇവിടെ ബഹുമാനിച്ചതെന്നാണ് സെക്രട്ടറി പ്രിയപ്പെട്ട ബഷീർ വെള്ളിക്കോത്ത് പറയുന്നത്. നല്ല നല്ല കാര്യം. ഈ 40 കൊല്ലം തികയുന്ന സമയത്ത് അവരെ കണ്ടെത്തി ബഹുമാനിക്കാൻ തയ്യാറായ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കൂട്ടത്തിൽ ഈ നാടിന്റെ മഹാനായ സന്താനമായിരുന്ന MK കുഞ്ഞബ്ദുള്ള സാഹിബിന്റെ പേരിൽ ഒരു രോഗിക്കുള്ള സഹായധനം ഇവിടെ വെച്ച് നൽകാനും എനിക്ക് വിധിയുണ്ടായി. ഞാൻ കാഞ്ഞങ്ങാട്ട് വരുമ്പോ ആ വീട്ടിൽ കയറാതെ പോകുന്നത് വളരെ വളരെ ചുരുക്കമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ കണ്ടത് സ്നേഹത്തിന്റെ ഒരു കടലാണ്. ഇപ്പൊ എന്റെ ഗതി, അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം പരലോകയാത്ര ചെയ്ത ശേഷം ഒരു ദാനം, ഒരു സദഖ, ഒരു രോഗിക്ക് ഏറ്റവും അധികം ദാനം കൊടുക്കേണ്ടത് രോഗികൾക്കാണെന്നാണ് എന്റെ വിശ്വാസം. സമുദായം നോക്കാതെ, ജാതി നോക്കാതെ, ക്യാൻസർ പടർന്നു പിടിക്കുമ്പോൾ, വൃക്കരോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, ഹൃദ്രോഗങ്ങൾ വ്യാപകമാകുമ്പോൾ രോഗിയെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം. MK കുഞ്ഞബ്ദുള്ള സാഹിബിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവർക്ക് മാത്രമല്ല, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം, പ്രത്യേകിച്ച് ഈ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പോലുള്ള സ്ഥാപനങ്ങളെ കെട്ടിപ്പടുത്തവർ, അതിന് നേതൃത്വം കൊടുത്തവർ, കഴിഞ്ഞ കാലത്ത് നടന്നു പോയവരുടെ പിന്നാലെ നടക്കുന്നവർ മാത്രമാണ് നാം. പൂർവീകരുടെ പാദങ്ങളെ പിൻപറ്റുന്നവരാണ് നാം. PA അബ്ദുള്ള മുസ്ലിയാരെ പോലെ, ഉസ്താദ് മർഹൂം PA അബ്ദുള്ള മുസ്ലിയാരെ പോലെ അദ്ദേഹത്തോടൊപ്പം ഈ കാഞ്ഞങ്ങാട്ട് പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിൽ നമുക്കൊക്കെ കിട്ടിയ ഒരു ഭാഗ്യം ആ വലിയ വലിയ ആളുകളോടൊപ്പം ബന്ധപ്പെടാൻ കിട്ടിയിട്ടുള്ള സൗഭാഗ്യമാണ്. അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ കോളേജിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. PA ഉസ്താദിന്റെ മകൻ ഫറൂഖ് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ സയ്യിദ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ നേതൃത്വം കൊടുത്ത ഈ മഹാസ്ഥാപനം ഇനിയും ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കൂട്ടത്തിൽ ഈ ഉസ്താദുമാരെ ആദരിക്കാൻ കുവൈത്ത് പ്രവാസികളെ ഓർക്കാതെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പറയുന്നത് കടുത്ത നന്ദികേടായിരിക്കും. ആകെ ഈ നാട്ടിൽ അടുത്ത കാലത്തുണ്ടായ ഒരുപാട് പുരോഗതി അവരുടെ വിയർപ്പാണ്. മണിശങ്കരയ്യറും തെന്നല ബാലകൃഷ്ണപിള്ളയും ഞാനും കൂടി ഞങ്ങളൊരു പ്രവാസി പരിപാടിയിൽ അടുത്ത് പങ്കെടുത്തപ്പോ പ്രവാസികളെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ അവിടെ പറഞ്ഞു, പ്രവാസികൾക്ക് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി, ഒറ്റക്കാര്യം, ഒരംഗീകാരം, ബാക്കി ഒന്നും ചെയ്യണമെന്നില്ല. അവരുടെ വിയർപ്പാണ് ഈ കാണുന്ന കെട്ടിടങ്ങളെന്നും അവരുടെ അധ്വാനമാണ് ഈ അനാഥ മക്കളെ സംരക്ഷിക്കുന്നതെന്നും അവരെ കൊണ്ടാണ് ഈ നാട്ടിൽ കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസം പരന്നതെന്നും കാർഷിക സമ്പദ്ഘടന തകർന്ന് തേങ്ങക്ക് വിലയിടിഞ്ഞ് റബ്ബറും കുരുമുളകിനൊക്കെ വിലയില്ലാതായി കേരളം നട്ടല്ലൊടിയുമോ എന്ന് കരുതപ്പെട്ട ഒരു സമയത്ത് കേരളത്തെ താങ്ങി നിർത്തിയത് ഗൾഫിലെ പ്രവാസികളുടെ ചോരയും നീരുമാണെന്നും അത് അംഗീകരിച്ചു കൊടുത്താൽ തന്നെ മതി. ബാക്കിയൊക്കെ അവർക്ക് കൊടുത്താലും ശരി, കൊടുത്തില്ലെങ്കിലും ശരി, അവരോട് വലിയ അന്യായം ചെയ്യുന്നവരാണ് എല്ലാവരും. മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും പ്രവാസികളോട് നീതി പുലർത്തി എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും നടക്കുന്ന ഒരു തോന്നിവാസം, ഒരു അസംബന്ധം, സീസൺ വരുമ്പോ വിമാന ടിക്കറ്റ് കൂട്ടുക എന്നുള്ളതാണ്. എല്ലാ കച്ചവടത്തിനും ഉണ്ട് ഒരു മാന്യത. ഒരു വിലയായിട്ടാണ് നിൽക്കുക. കാഞ്ഞങ്ങാട് അങ്ങാടിയിൽ ഓണം വരുമ്പോ മീനിന് വില കൂട്ടിയാൽ, പെരുന്നാൾ വരുമ്പോ മീനിന് വില കൂട്ടിയാൽ നാട്ടുകാർ വിടുവോ? പക്ഷെ ഓണം വരുമ്പോ, പെരുന്നാൾ വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ ഗൾഫുകാർ ഒന്നിച്ച് നാട്ടിൽ പോകും. അപ്പൊ ടിക്കറ്റ് റേറ്റ് കുത്തനെ കൂട്ടുക, ഇരട്ടി 3 ഇരട്ടി. എന്നാലും അവർ ടിക്കറ്റ് എടുക്കും. അവർക്ക് വേറെ ഗതിയില്ല. അപ്പോഴേ ഉള്ളൂ ലീവ്. അത്ര വലിയ അനീതികൾ കരയാകുന്ന പ്രവാസികളാണ് നമ്മുടെ നാട്ടിലെ നല്ല കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നത്. ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ എപ്പോഴും പ്രവാസികളുടെ കാര്യത്തിൽ പാർലമെന്റ് അംഗമായിരുന്നപ്പോ ഞാൻ ഒരുപാട് പോരാടിയ വിഷയമാണ് ഗൾഫ് മലയാളികളുടെ പ്രശ്നം. ഞാനിത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ രാജ്യസഭയിൽ ഒരു അവസരം പോലും പാഴാക്കിയിട്ടില്ല. പ്രവാസികൾക്ക് വേണ്ടി മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ MP ആയിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ പാർലമെന്റിൽ എന്ത് ചെയ്യണമെന്ന് തങ്ങൾ പറയാറുണ്ടായിരുന്നില്ല. അത് തങ്ങളുടെ വലിപ്പമാണ്. തങ്ങൾ ഓരോ കാര്യത്തിൽ ഇടപെടുകയോ നീ അത് ചെയ്ത് അങ്ങും തങ്ങൾ പറയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ശിഹാബ് തങ്ങൾ ചിലപ്പോൾ ഫോൺ ചെയ്യായിരുന്നു. ഗൾഫ് മലയാളികളെ ബാധിക്കുന്ന വല്ല പ്രശ്നം വന്നാൽ, സമദാനി ഒരു വിഷയമുണ്ട്, അത് പറയണം.
അതായിരുന്നു ശിഹാബ് തങ്ങൾ. ആ ഒരവസരവും ഞാൻ പാഴാക്കിയിട്ടില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ അതിന്റെ ഒരു തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരോട് നീതി പുലർത്താൻ നമുക്ക് കഴിയട്ടെ. കുവൈത്തിലെ എന്റെ സ്നേഹിതൻ മഹ്മൂദ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഈ ഉസ്താദുമാരെ ആദരിക്കുന്ന ഒരു പരിപാടി, അതുപോലുള്ള ചടങ്ങുകൾ, അതുമാത്രമല്ല സംയുക്ത ജമാഅത്ത് പോലുള്ള സംരംഭങ്ങൾക്ക് പിറകിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് അതിലൊക്കെ സഹായിച്ചവർക്കൊക്കെ എത്ര പാവങ്ങളുണ്ടാവും. അതിലെന്തെങ്കിലും കൊടുത്തവർ, അതിൽ രോഗിയായവർ,